കടന്നു പോകുന്ന ഓരോ തലമുറയിലും കെടാത്ത കൈത്തിരി നാളങ്ങൾ കൊളുത്തിയാണ് VS മടങ്ങുന്നത്. അവർ VSന് അന്ത്യാഭിവാദനം മുഴക്കുകയാണ്. VS ഉയർത്തിയ മുദ്രാവാക്യം ഈ മണ്ണിൽ അനശ്വരമാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇല്ല, നിങ്ങൾ മരിക്കില്ല, ഞങ്ങളിലൂടെ ജീവിക്കും, ഞങ്ങളിൽ ഒഴുകുന്ന ചോരയിലൂടെ ജീവിക്കും എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആയിരക്കണക്കായ മനുഷ്യർ, ആ മനുഷ്യരുടെ കണ്ഠങ്ങളിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ പുറപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ കണ്ഠമിടറി അവർ ആവേശത്തോടുകൂടി ഇല്ല, VS മരിക്കില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ മുദ്രാവാക്യങ്ങളുടെ അനസ്യൂത പ്രവാഹം നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്. പുന്നപ്ര ഈ വേലിക്കകത്ത് വീട് VS അച്യുതാനന്ദനെ അവസാനമായി നെഞ്ചേറ്റുവാങ്ങാൻ ഒരുങ്ങുമ്പോൾ 1000 കണ്ഠങ്ങളിൽ നിന്ന് ഒരേ സമയത്ത് മുദ്രാവാക്യം ഉയരുകയാണ്. കണ്ണേ കരളെ VS, പൊന്നെ പൊരുളെ VS, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് 1000 കണ്ഠങ്ങളിൽ നിന്ന് ഒരുമിച്ച് മുദ്രാവാക്യം മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ റെഡ് വോളണ്ടിയർമാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് ആളുകളുടെ വികാര പ്രകടനങ്ങൾ. മഹാനായ ലെനിൻ അന്തരിച്ചപ്പോൾ ബൃഹത്ത് പറയുന്നുണ്ട്, എഴുതിയിട്ടുണ്ട്, ലെനിൻ നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങൾ തൊഴിലാളി വർഗത്തിന്റെ ഹൃദയങ്ങളിൽ ലബ്ധപ്രതിഷ്ഠ നേടുകയാണ്, നിങ്ങൾ വലിയ തൊഴിലാളി വർഗ ഹൃദയങ്ങളിൽ നിങ്ങൾ സ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യരുടെ തൊഴിലാളി വർഗത്തിന്റെ ഹൃദയങ്ങളിൽ എന്നേക്കുമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു VS അച്യുതാനന്ദൻ എന്ന് പറയാം. ഈ പുന്നപ്രയിൽ 1946 സർ CPയുടെ പട്ടാളത്തെ വാരിക്കുന്തവുമായി എതിരിട്ട ആളുകളുടെ പിന്മുറക്കാരാണ് പുന്നപ്രക്കാർ. പുന്നപ്രയിലും വയലാറിലും വേനാശ്ശേരിയിലും മരാരിക്കുളത്തുമൊക്കെ വെടിവെപ്പുണ്ടായ വേളയിൽ അന്ന് ആ വെടിയുണ്ടയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ് VS അച്യുതാനന്ദൻ. 1946 കൊല്ലപ്പെട്ട ആളുകളെ കൂട്ടിയിട്ട് കത്തിച്ച സ്ഥലമാണ് വലിയ ചുടുകാട്. അതിനുശേഷം കേരളത്തിൽ എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വലിയ ചുടുകാട്ടിലെത്തി പുഷ്പചക്രം അർപ്പിക്കാതെ EMS മുതൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. EMS, EK നായനാർ, VS അച്യുതാനന്ദൻ, അങ്ങനെ പിണറായി വിജയൻ, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെല്ലാം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് പുഷ്പചക്രം അർപ്പിച്ച് അഭിവാദ്യം ചെയ്യുന്ന ഇടമാണ് വലിയ ചുടുകാട്. ആ വലിയ ചുടുകാട്ടിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകൻ P കൃഷ്ണപിള്ള ഉറങ്ങുന്നത്. അവിടേക്ക് VS അല്പസമയത്തിനകം എത്തും. ഇവിടെ VSന് വേണ്ടി അവസാനമായി മുദ്രാവാക്യം മുഴങ്ങുന്നു. കണ്ണേ കരളെ എന്ന മുദ്രാവാക്യം ആവർത്തിച്ച് അനേകം കണ്ഠങ്ങളിൽ നിന്ന് മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. VSനെ കാത്ത് അവർ 8, 9, 10 മണിക്കൂറുകളായി കാത്തിരിക്കുകയാണ്. ഇനിയും എത്ര മണിക്കൂർ കാത്തു നിന്നാലും VSനെ കാണാതെ ഞങ്ങൾ മടങ്ങില്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഈ ജനക്കൂട്ടത്തിനെ കടന്നു വേണം, ഈ ജനക്കൂട്ടത്തിന്റെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിയിട്ട് വേണം VSന് വീണ്ടും അദ്ദേഹത്തിന്റെ യാത്ര, ഈ വലിയ ചുടുകാട്ടിലേക്കുള്ള യാത്ര നടത്താൻ. ഈ വീട്ടിലേക്ക് അവസാനമായി VS എത്തുന്നത് കാത്ത് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഈ പാതയോരങ്ങളിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അമ്പലപ്പുഴ കഴിഞ്ഞ് വണ്ടാനത്തേക്ക് വിലാപയാത്ര പോകുന്നതേ ഉള്ളൂ. അമ്പലപ്പുഴ VS അച്യുതാനന്ദനെ സംബന്ധിച്ച് VS അച്യുതാനന്ദന്റെ തട്ടകമായിരുന്നു. ആദ്യമായി VSനെ നിയമസഭയിലേക്ക് അയച്ച മണ്ഡലമാണ് അമ്പലപ്പുഴ കഴിഞ്ഞ് വണ്ടാനം മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലേക്ക് ആ വിലാപയാത്ര എത്തുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവിടേക്ക് എത്തണം. ഇനി എത്ര സമയം എന്നുള്ളത് ഈ ജനത്തിന്റെ തിരക്ക് വെച്ച് നമുക്ക് പറയാനേ കഴിയുകയില്ല. ഇവിടെ എത്രയോ മണിക്കൂറുകളായി കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ഇനി എത്ര മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന VSനെ കണ്ടിട്ടേ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് കാണാൻ കഴിയുന്ന ദൂരത്തിനും അപ്പുറത്ത് അനേകം മനുഷ്യർ കാത്തിരുന്നുകൊണ്ടേയിരിക്കുകയാണ്. രാജ്മോഹനാണ് വിവരങ്ങൾ നൽകുന്നത്. സ്രഷ്ടാവിന്റെ വായിൽ നിന്നും കൈകളിൽ നിന്നും തുടകളിൽ നിന്നും മനുഷ്യൻ കാലുകളിൽ നിന്നും ജനിച്ചു എന്നതിനപ്പുറത്തേക്ക് മനുഷ്യനുണ്ടായത് മനുഷ്യന്റെ ജീവൻ കൊടുത്തും ചോര കൊടുത്തുമാണ് എന്നത് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച മനുഷ്യരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ. മനുഷ്യനായാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് മനുഷ്യരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിച്ചതിൻ്റെ ചരിത്രം കൂടി നമുക്ക് ഓർമ്മയുണ്ട്. മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് അവർ അളന്നു നൽകുന്നത് മാത്രം ഭക്ഷണം എന്ന് കരുതി അവർ കഴിക്കാൻ പറയുന്ന സമയത്ത് മാത്രം കഴിക്കുന്ന, മറ്റുള്ളപ്പോഴെല്ലാം മാടുകളെ പോലെ അധ്വാനിക്കുന്ന ഒരു വലിയ ജനവിഭാഗത്തിന് ആശയവും ആദർശവും പകർന്നു നൽകിയ നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. വലിയ പോരാട്ടങ്ങൾക്ക് കർഷകർ ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിന് വിശപ്പ് കൊണ്ട് പകരം വീട്ടാൻ തയ്യാറായ ജന്മിമാരുടെ വലിയ തീരുമാനത്തെ കൂടി പോരാട്ടം കൊണ്ട് എതിർത്തിട്ടുണ്ട്. അന്ന് പുന്നപ്ര വയലാർ സമരം കഴിയുന്ന സമയത്ത്, അഭിലാഷ്,
പുന്നപ്ര വയലാർ സമരം കഴിഞ്ഞ് ജീവനഷ്ടങ്ങൾ കൊണ്ട്, ആരോഗ്യനഷ്ടം കൊണ്ട് ഇനിയും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാൻ കഴിയില്ല എന്ന് ചിന്തിച്ചവശരായ മനുഷ്യർക്ക് കൂട്ടം കൂടിയിരുന്ന്, അല്ലെ, അങ്ങനെയാണ് നമ്മുടെ പല മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത്. 5 രൂപ വരുമാനമുണ്ടെങ്കിൽ അതിൽ 1 രൂപ ഇല്ലാത്തവന് മാറ്റിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ അത് മതിയാകും നമ്മുടെ സഖാക്കൾക്കെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മുന്നേറ്റ മാതൃക വീണ്ടും നേടിയെടുത്താണ് തളർന്നുപോയ കർഷക പ്രസ്ഥാനത്തെ വീണ്ടും VS പുനരുജ്ജീവിപ്പിച്ചെടുത്തത്. അപ്പോൾ പോരാടാൻ മാത്രമല്ല, പോരാട്ടങ്ങളിൽ തളർന്നു പോയാൽ അതിജീവിക്കാനുള്ള വഴിയും കാണിച്ചു കൊടുത്ത വലിയ മനുഷ്യനെ കൂടി അനുഭവിച്ച ചരിത്രമുണ്ട് ആ നാടിന്. തീർച്ചയായിട്ടും അത് 1946 ശേഷം വലിയ തേർവാഴ്ചയാണ് ഈ മേഖലയിലുള്ള എല്ലാ വീടുകളിലും നടന്നത്. വലിയ ഭീകരമായ തേർവാഴ്ച അന്ന് SRCPയുടെ പട്ടാളം അഴിച്ചുവിട്ടു. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന വേളയിൽ VS അച്യുതാനന്ദൻ ജയിലിലാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടു, ഒളിവിൽ പോകേണ്ടി വന്നു. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജയിലിലോ ഒളിവിലോ ആയി കഴിയേണ്ടി വന്ന ദീർഘവർഷങ്ങൾക്ക് ശേഷം 1950കളിലാണ് ഈ കർഷക സംഘാടനം, തൊഴിലാളി സംഘാടനം, പാർട്ടി സംഘാടനം ഇവ സ്ഥാപിക്കപ്പെടുന്നത്. ആ കാലഘട്ടത്തിന് ശേഷം 1957 കേരളം എന്ന സംസ്ഥാനം രൂപം കൊണ്ട് മലയാളികളുടെ മാതൃഭൂമിയായി കേരളം രൂപം കൊള്ളുകയും കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ അവിഭക്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ, CPIയുടെ, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ. അന്ന് അദ്ദേഹത്തിന് 36 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നോർക്കണം. ആ തിരഞ്ഞെടുപ്പിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുന്നതിന് ഏറ്റവും നിർണായകമായ വിജയം 10-8 സീറ്റുകളും നേടിയ ആലപ്പുഴയിൽ നിന്നായിരുന്നു. ആലപ്പുഴയിൽ നിന്ന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം, വർഗീസ് വൈദ്യൻ ഒഴികെ ബാക്കി എല്ലാ പ്രമുഖ നേതാക്കളും അന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. EMSന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടായി. ആദ്യത്തെ സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് ആലപ്പുഴയിൽ വന്നു. വലിയ ചുടുകാട്ടിൽ രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ ഉണ്ടായി. വലിയ നിയമനിർമ്മാണങ്ങൾ നടത്തി. കുടിയാന്മാർ ഭൂമിയുടെ അവകാശികളായി മാറി. ഭൂപരിഷ്കരണം വന്നു, വിദ്യാഭ്യാസ പരിഷ്കരണം വന്നു. ജനങ്ങൾ മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങി. അതിനുശേഷം വിമോചന സമരം വന്നു. ആ കാലഘട്ടങ്ങളിലൊക്കെ ആലപ്പുഴയിലെ ജില്ലാ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം, സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അതിനുശേഷം 1964 32 പേർ CPIയുടെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPIM രൂപീകരിച്ചു. ആ 32 പേരിലെ അവസാനത്തെ കണ്ണിയായിരുന്നു VS അച്യുതാനന്ദൻ. അന്ന് പുതിയതായി തുടങ്ങിയ പാർട്ടിയുടെ CPIMന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു VS അച്യുതാനന്ദൻ. അതിനുശേഷമാണ് അദ്ദേഹം 67 അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. അദ്ദേഹം 65, 67, 70 നിയമസഭയിലേക്ക് മത്സരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ തട്ടകം ഈ ആലപ്പുഴയായിരുന്നു. അമ്പലപ്പുഴയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് ജയിച്ചത്. അദ്ദേഹത്തിന്റെ തട്ടകം 1996 മാരാരിക്കുളത്ത് പരാജയപ്പെടുന്നത് വരെ ആലപ്പുഴയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസിയായി മലമ്പുഴയെ തെരഞ്ഞെടുത്തത്. അങ്ങനെ ആലപ്പുഴയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച എല്ലാ വിഭാഗം തൊഴിലാളികളെയും, കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ, അതുപോലെ തന്നെ ആസ്പിൻവാൾ കമ്പനിയിലെ കയർ തൊഴിലാളികളെ, മത്സ്യത്തൊഴിലാളികളെ, ചെത്തു തൊഴിലാളികളെ, സകല മേഖലയിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യത്തെ ചെത്തു തൊഴിലാളി യൂണിയൻ ആരംഭിച്ചത് VS അച്യുതാനന്ദന്റെയും സൈമൺ ആശാന്റെയും നേതൃത്വത്തിലാണ്. അങ്ങനെ ഈ മേഖലയിലെ ആലപ്പുഴയിലെ തൊഴിലാളികളുടെ സംഘാടകൻ എന്നുള്ള നിലയിലാണ് VS അച്യുതാനന്ദൻ കേരളീയ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നത്. ആ തൊഴിലാളികളുടെ പിന്മുറക്കാർ, ആ തൊഴിലാളികളുടെ 3ാമത്തെയും 4ാമത്തെയും തലമുറ, ഇപ്പോഴത്തെ ആൽഫ ജനറേഷനിൽ അടക്കംപ്പെട്ട ആളുകൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ കണ്ണേ കരളെ VS എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ആ സമര പൈതൃകത്തിന്റെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ്. ആ മണ്ണിലേക്ക്, ആ ആലപ്പുഴയുടെ മണ്ണിലേക്കാണ് VS അച്യുതാനന്ദൻ വന്നുകൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴ പിന്നിട്ട് വണ്ടാനം കഴിഞ്ഞ് ഈ പുന്നപ്രയിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് ഈ ജനസഞ്ചയത്തിന്റെ വൈകാരികത അതിന്റെ പാരമ്യത്തിലെത്തും. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ ഇപ്പോൾ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ പരിച്ഛേദം ഇപ്പോൾ പുന്നപ്രയിലെ ഈ വീട്ടിലുണ്ട്. CPIMന്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഇവിടെയുണ്ട്. CPIMന്റെ PB അംഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയത്തിനകം ഈ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ അവസാനമായി VS അച്യുതാനന്ദനെ നെഞ്ചേറ്റ് വാങ്ങാൻ ഈ വേലിക്കകത്ത് വീട് ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് യാത്ര അയക്കുന്നത് അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്ന DC ഓഫീസിലേക്കാണ്, ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് സമയം കുറച്ചിട്ടുണ്ട്. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം ഉണ്ടാകും. അത് വലിയ രീതിയിലുള്ള സജ്ജീകരണമാണെന്ന് നേരത്തെ സംസാരിച്ചപ്പോൾ മന്ത്രി സജി ചെറിയാൻ പറയുകയുണ്ടായി. അത് കഴിഞ്ഞ ശേഷമാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തെ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും. സ്മരണകൾ ഇരമ്പുന്ന രണസ്മാരകമായ വലിയ ചുടുകാട് VS അച്യുതാനന്ദനെ ഏറ്റുവാങ്ങും. 6 മണിക്ക് മുൻപ്, സൂര്യാസ്തമനത്തിന് മുമ്പ് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടി. അത് നടക്കുമോ? ഈ ജനത്തിന് എല്ലാവർക്കും VSനെ കാണണം, ഞങ്ങൾക്ക് VSനെ അവസാനമായി കാണണം എന്ന് പറയുന്ന ജനങ്ങളിലെ ഒരാളെപ്പോലും ഒഴിവാക്കില്ല എന്ന്
നേരത്തെ സംസാരിച്ചപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയുണ്ടായി. അപ്പോ ഈ മുഴുവൻ ആളുകൾക്കും മുഷ്ടി ചുരുട്ടി അഭിവാദ്യം അർപ്പിക്കാൻ അവസരം കൊടുത്തതിന് ശേഷമായിരിക്കും രണസ്മരണകളിരമ്പുന്ന വലിയ ചുടുകാട്ടിലേക്ക് VS അച്യുതാനന്ദനെ യാത്രയാക്കുക. ഇപ്പോൾ പുന്നപ്രയിലെ ഈ വീട് VS-നെ കാത്ത് നിൽക്കുകയാണ്. ഈ വഴികളാകെ നിറഞ്ഞു നിൽക്കുകയാണ് അഭിലാഷ്. ആ വാഹനം കടന്നു പോകാൻ കഴിയാത്ത വിധം മാറോടടുക്കി പിടിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. VS കാണിച്ചു കൊടുത്ത വഴിയിലാണ് അവർ ഈ കാലം അത്രയും നടന്നിട്ടുള്ളത്. VS തങ്ങളുടെ പുലയന്മാരെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ഒരു കാലത്ത് ജന്മിമാരുടെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത്. നിലവറകളാകെ നിറഞ്ഞു കവിഞ്ഞാലും പുഴുത്തു നാറിയാലും നാഴി നെല്ല് പുലയന് കൊടുക്കാതിരുന്ന ഒരു കാലത്തു നിന്ന് ഇന്ന് അങ്ങനെ മാറി നിൽക്കുക എന്ന് പോലും ആരും ആരോടും ഒരു വിവേചനത്തിന്റെ പേരിലും പറയാൻ കഴിയാത്ത സാമൂഹ്യാന്തസ് മനുഷ്യാന്തസ് മനുഷ്യന് നേടിക്കൊടുത്ത ഒരാൾ കൂടിയാണ് VS അച്യുതാനന്ദൻ. മറ്റെന്തും ഞങ്ങൾ സഹിക്കും, ഭൂമിയും എല്ലാം പോകട്ടെ, പുലയൻ മീശ വെച്ചു നടക്കുന്നത് സഹിക്കാൻ കഴിയില്ല എന്നുറക്കെ പറഞ്ഞ തങ്ങളാണ് ഏറ്റവും വലിയവനെന്ന് പറയാൻ മടിയില്ലാത്തവരുടെ കാലത്ത് നിന്നാണ് VS മനുഷ്യനെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ 100 ഓർമ്മകളാണ് ആ മണ്ണിന് VS-നോട്.